യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച പരാതി ഗൗരവതരമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പല ആവശ്യങ്ങൾക്കും വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു. പോലീസ് അന്വേഷണം തുടരുകയാണ്. നിയമ നടപടികൾ തുടരുമെന്നും സഞ്ജയ് കൗൾ വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ നിയമ നടപടികൾ തുടരാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ക്രൈംബ്രാഞ്ച് അന്വേഷണം നിരീക്ഷിക്കുകയാണ് കമ്മീഷൻ. സംസ്ഥാനത്ത് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച സംഭവം തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മീഷൻ പോലീസ് മേധാവിയെ സമീപിച്ചത്. നമ്മുടെ ഒരു കാർഡ് ഫോഴ്സ് കാർഡ്സ് വന്നു, ഇറ്റ് ഈസ് വെരി സീരിയസ്. പരാതി കിട്ടി അപ്പോൾ തന്നെ ഒരു പോലീസ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്പർ 1. പോലീസ് ഇൻവെസ്റ്റിഗേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. പക്ഷേ ഈ കാർഡുകൾ മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന ആശങ്കയും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ യൂസ് ഇലക്ഷനിൽ എന്തായാലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറെ കാര്യത്തിൽ ചിലപ്പോൾ അവർ മിസ്യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സിം കാർഡ് എടുക്കാൻ വേണ്ടി ഒരു ഐഡന്റിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അവിടെ മിസ്യൂസ് ചെയ്യാൻ പറ്റും. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ഇതുവരെ 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് കാർഡുകൾ വ്യാജമായി തയ്യാറാക്കിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടതോടെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. DIG വി ജയനാഥിന്റെ നേതൃത്വത്തിൽ DYSP ജലീൽ തോട്ടത്തിലിനാണ് അന്വേഷണ ചുമതല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.